നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആനന്ദ് ശ്രീദേവിയോട് പറഞ്ഞു, ദേവി, ഈ വ്രതം ഞാൻ എടുത്ത് എന്തിനു വേണ്ടിട്ടാണെന്നറിയാവോ? നിനക്കും കുഞ്ഞിനും കൂടെ വേണ്ടിയിട്ടാന്ന് പറയണം. "ഏ, എനിക്കും കുഞ്ഞിനോ?" അതെ ദേവി, കാരണം ഞാൻ കുറെ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ കാരണം നീ കുറെ നീറിപ്പടഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. എന്റെ മനസ്സിൽ അറിയാലോ, നിന്നോടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നീ ഒരു അമ്മയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ മുതല് എന്റെ മനസ്സിന് അത് വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിപ്പം നിന്നെ ഇഷ്ടമാ. അത് എത്ര നാളത്തേക്കാന്നും പറയാൻ പറ്റില്ല. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആനന്ദേട്ടാ. ആനന്ദേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആനന്ദ് പറഞ്ഞു, ചില സമയത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. ഞാൻ ആലോചിക്കും, ഞാൻ എത്ര ദുഷ്ടനാന്ന് ആലോചിക്കും. പക്ഷേങ്കില് പിന്നീട് എനിക്ക് തോന്നും ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നും. കാരണം നീ ഏൽപ്പിച്ച മുറിവ് അത്ര ചെറിയ മുറിവല്ല. അത് ഉണങ്ങാനായിട്ട് കുറെ താമസം എടുക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്ന് ഈ നിമിഷം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, സാരമില്ല ആനന്ദേട്ടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആനന്ദേട്ടന് മാറ്റം ഉണ്ടാവും. ആനന്ദേട്ടൻ ഈ മനമാറ്റത്തിന് കാരണം എന്താണെന്നറിയാവോ? ആനന്ദേട്ടന് ഒരു പേടിയുണ്ട്. ഇനിയിപ്പോ ആനന്ദേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ വീണ്ടും ഞാൻ അങ്ങനെ എന്തേലും ചതി ആനന്ദേട്ടനോട് ചെയ്യുവോന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടന് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ആനന്ദേട്ടൻ അത് വല്ലാതെ വേദനിപ്പിക്കും. ആനന്ദേട്ടൻ പതുക്കെ പതുക്കെ എന്നെ സ്നേഹിച്ചാൽ മതി. ഇനി ഒരിക്കലും ശ്രീദേവി ആനന്ദേട്ടനോട് ഒരു ചതിയും ചെയ്യാൻ പോകുന്നില്ല. അത് ആനന്ദേട്ടന് ബോധ്യമായി കഴിഞ്ഞ ശേഷം ആനന്ദേട്ടൻ എന്നെ സ്നേഹിച്ചാൽ മതി. ഇപ്പൊ ആനന്ദേട്ടൻ നമ്മുടെ കുഞ്ഞിനെ മാത്രം സ്നേഹിച്ചാൽ മതി. എനിക്ക് മനസ്സിലാവും ആനന്ദേട്ടന്റെ വിഷമം. ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, ശരിയാ ദേവി, പക്ഷേങ്കില് ചില സമയത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നുണ്ട്. ഞാൻ കുറെ മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല, നിന്റെ ഭാര്യ ഇവളെ സ്നേഹിക്കണം എന്നൊക്കെ. പക്ഷെ അത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ദേവിന് സാരമില്ല, പോട്ടെ ആനന്ദേട്ട, ആനന്ദേട്ടൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ദേവി, പിന്നൊരു കാര്യമുണ്ട്. നാളെ മുതല് ഞങ്ങൾ വ്രതം എടുക്കാൻ തുടങ്ങും. പക്ഷേങ്കില് നിനക്ക് വ്രതമില്ല. അമ്മ നിനക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കും, നീ കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചോളാം. പിന്നൊരു കാര്യം, നിനക്കും കുഞ്ഞിനും ഒരു ആപത്തും വന്നുകൂടാ. ചിലപ്പോ ഈ പ്രവചനമൊക്കെ ശരിയാണെങ്കിൽ എന്ത് സംഭവിക്കാം. പക്ഷെ എന്റെ മനസ്സിലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് എന്ത് വെള്ളം സംഭവിച്ചോട്ടെ, പക്ഷെ എന്റെ കുഞ്ഞിനും ദേവിക്കും ഒന്നും സംഭവിക്കില്ലെന്ന്. അപ്പോഴേക്കും ശ്രീദേവി ആനന്ദിന്റെ പാപത്വമാണ്. ഇങ്ങനെയൊന്നും പറയരുത് ആനന്ദേട്ടാ, എനിക്കിത് കേൾക്കാനുള്ള ശക്തി ഇല്ലാന്ന് പറഞ്ഞു. ആനന്ദേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദിന് ഒരു ചെറിയ സമാധാനമായി. അങ്ങനെ ആനന്ദ് പോയി കിടക്കുവാണ്. അപ്പൊ ശ്രീദേവി ഇങ്ങനെ മനസ്സിലോർത്തു, ആനന്ദേട്ടൻ പാവം എത്ര പാവമായിട്ടുള്ള ആളാ. തനിക്ക് വേണ്ടിയിട്ട്, തന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ വ്രതമൊക്കെ എടുക്കുന്നത്. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് ഭയങ്കര സങ്കടമായി. അതേ സമയത്ത് അച്യുതനും അലോകും രാജശ്രീയും കൂടെ സംസാരിക്കുകയാണ്. അച്യുതൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഈ പൂജ നമുക്കുള്ളതാണെന്നാ തോന്നുന്നേ. അതെന്താ അച്യുതേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല, ഈ അഗ്നിപൂജ നടത്തട്ടെ. അഗ്നിപൂജ നടത്തുന്നതുകൊണ്ട് മിക്കവാറും നമുക്കാണ് ഗുണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. നമുക്ക് ഗുണമോ? അതെ, സുകന്യെ വിളിച്ച് അഗ്നിപൂജയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെയാ തോന്നേ. അല്ല, കോമതിയുടെ പേരിൽ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടല്ലോ അച്ഛന്. അങ്ങനെയാണെങ്കിൽ ആ വിൽപത്രം കത്തിച്ചാമ്പലാവാനായിട്ടുള്ള അവസരമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ജാസ്രി ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം. അതെ, ആ വിൽപത്രം കത്തിച്ചാമ്പലാവുന്നതോടുകൂടെ ഈ അഗ്നിപൂജ നടക്കുന്ന സമയത്ത് അവളും ചാമ്പലാവണമെന്ന് പറയണം. പിന്നീട് പെട്ടെന്ന് ഓർത്തിട്ട് അച്ഛൻ പറഞ്ഞു, അല്ലേ വേണ്ട, ചോരക്കളി അത് വേണ്ട. ഒന്നുമല്ലേലും സ്വന്തം ചോരയല്ലേ. സാരമില്ല, വേറെന്തേലും വഴി ഉണ്ടാക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അലോ പറഞ്ഞു, അല്ല അച്ഛന്റെ മനസ്സിൽ എന്താന്ന് ചോദിച്ചു. ഞാൻ അവളെ തീർക്കാന്ന് കരുതുക, പക്ഷെ സ്വന്തം ചോര ആയതുകൊണ്ട് എന്തോ ചോരക്കളി കളിക്കാനായിട്ട് അങ്ങോട്ട് മുതിരുന്നില്ല. അല്ലാതെ വേറെ പല മാർഗങ്ങളുണ്ട്. ഒരു പക്ഷേങ്കില് ഈ പൂജയോട് കൂടിയിട്ട് അവൾ അങ്ങ് തീർന്നു പോവായിരുന്നെങ്കിൽ സ്വത്തുക്കളുടെ കാര്യത്തിൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ ശല്യം അങ്ങോട്ട് ഒഴിവായനം. പക്ഷെ എന്തോ ഒന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരാളായി പോയില്ലേ, അതുകൊണ്ട് മാത്രം അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല. നോക്കട്ടെ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തേലുമൊക്കെ വേറെന്തേലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ജാസ്രി ചോദിച്ചു, എന്തൊക്കെയാ അച്യുതേട്ടാ പറയണെന്ന് ചോദിച്ചു. എടി, നിനക്കറിയത്തില്ല ഈ അഗ്നിപൂജയെ കുറിച്ച്? അഗ്നിപൂജ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു പൂജയാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ അത് സംഹാര പൂജയായിട്ട് മാറൂന്ന് പറഞ്ഞു. അച്യുതൻ അങ്ങോട്ട് പോകുമ്പോഴത്തേനും അലോക് പറഞ്ഞു, ദേ അമ്മേ, അച്ഛൻ പറഞ്ഞത് കേട്ടോ. അച്ഛനിപ്പോ അപ്പച്ചിയോട് ഒരു സഹാനുഭൂതി ഒന്നും അല്ലേലും സ്വന്തം ചോരയല്ലേ, അതുകൊണ്ട്. പക്ഷെ നമുക്ക് ആ സഹാനുഭൂതിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ നോക്കട്ടെ, എനിക്കും പലതും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ, അന്ന് ആ ബാലിനുമായിട്ട് പിണങ്ങി അപ്പച്ചി ഇങ്ങോട്ടേക്ക് വന്നു. നമ്മൾ ഇവിടെ വെച്ച് എത്രയോ വട്ടം അപ്പച്ചിയും തീർക്കാൻ ശ്രമിച്ചു, നടന്നോ? ഇല്ല. അപ്പച്ചി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയില്ലേ. അന്ന് മുതൽ എന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉള്ളതാ. അപ്പച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നോട്ട് നോക്കേണ്ട കാര്യമില്ല. എങ്ങനെയെങ്കിലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടത്താം.
ഇപ്പൊ ഈ വീട് സ്ഥലമൊക്കെ അപ്പച്ചിയുടെ പേരിലല്ലേ, അപ്പച്ചി തീരുവാണെങ്കിൽ പിന്നെ നമ്മുടെ പേരിലേക്ക് കിട്ടത്തില്ലേ, അതുകൊണ്ട് അപ്പച്ചിയുടെ ശല്യവും ഒഴിവായി കിട്ടും. അതൊക്കെ കേട്ടപ്പോൾ രാജശ്രീ ചോദിച്ചു, അതിന് നീ എന്ത് ചെയ്യാൻ പോവാടാ? അമ്മേ, അതിന് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അതും പറഞ്ഞിട്ട് അലോക് അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്യുതൻ ഹരീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പത്തിന് അയാൾ കോൾ എടുത്ത്, ആഹാ ഇതാരാ അച്യുത് സാറോ? എന്റെ നമ്പരൊന്നും മറന്നിട്ടില്ലോ അല്ലേ? എങ്ങനെ മറക്കാനോടോ, അതങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നൊന്നും അല്ലോന്ന് പറയണ. ആ സമയം ഹരീന്ദ്രൻ പറഞ്ഞു, സാറ് കാരണം ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. ബ്ലേഡ് കമ്പനി പൊട്ടി നാട്ടുകാരെന്നെ തല്ലി കൊല്ലാൻ ഇടുങ്ങുന്ന സമയത്ത് സാറില്ലായിരുന്നു എന്നെ രക്ഷിച്ച്. സാറില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ ജീവിച്ചിരിക്കില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അച്യുതൻ പറഞ്ഞു, അതൊക്കെ പോട്ടെ, താനിപ്പോ എവിടെയാ? ആ ദേവമല ക്ഷേത്രത്തില് മാനേജർ എങ്ങാണ്ടല്ലേന്ന് ചോദിച്ചു. അതെ, മാനേജർ തന്നെ സാറേ. എനിക്ക് താനൊരു ഉപകാരം ചെയ്യണം. എന്താ സാറേ, വല്ല പ്രശ്നം വെച്ച് നോക്കാനാണോ? സ്വാമിപ്പറ്റി ഇവിടെ ഉണ്ട്. പ്രശ്നം വെച്ച് നോക്കാനോ അങ്ങനെ കുടുംബത്തിന്റെ എന്തെങ്കിലും പരിഹാരത്തിനാണെങ്കിൽ ഒരു വാക്ക് സാറ് പറഞ്ഞാൽ മതി, ഞാൻ വേണ്ട പോലെ ഇതേ സ്വാമിപ്പറ്റിയോട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. എടോ, ഇന്നലെ അവിടെ ആരെങ്കിലും വന്നായിരുന്നോ? ഒരമ്മയും മോളും വന്നായിരുന്നു. എന്താ സാറേ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചോ. അല്ല, അവരാരെ കാണാൻ വന്നാ? സ്വാമിപ്പറ്റിയെ കാണാനാണോ? അതെ, കണ്ടു. കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. കാണുകയും ചെയ്തു, സംസാരിച്ചു. പ്രശ്നപരിഹാരമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അഗ്നിപൂജയാണ്. ഓ, അങ്ങനെയാണല്ലേ. എന്താ സാറേ, സാറിന് അറിയാവുന്ന അമ്മയും മോളും ആണോന്ന് ചോദിച്ചു. അറിയാം. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ സാറേ വേണ്ടത് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്യുതൻ പറഞ്ഞു, ഒരു കാരണവശാലും താനൊന്നും ചെയ്യരുതെന്ന് പറയണ. ചെയ്യരുതെന്നോ? അതെ, ദേവമംഗലത്തിന് ഒരു കാരണവശാലും നല്ലതൊന്നും സംഭവിക്കരുത്. കാരണം അവിടെയുള്ളവരെല്ലാം നശിച്ചു പോണം. ആ ഒരു ചിന്ത മാത്രം അച്യുതന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, ഈ പൂജ മുടങ്ങണമെന്ന് പറയണേ. മുടങ്ങണമെന്നോ? സാർ എന്താ പറയണെന്ന് ചോദിച്ചു. അതെ, ഈ പൂജ മുടങ്ങണം. മുടങ്ങാൻ വേണ്ടുന്ന കാര്യങ്ങൾ താൻ എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് പറഞ്ഞു. അയ്യോ സാറേ, ഇത് ദൈവങ്ങളുടെ കാര്യമാ, ഇതങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയാലോ എടോ, തന്നെ നാട്ടുകാരെല്ലാം കൂടി തല്ലി കൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴീ പറയുന്ന ദൈവങ്ങളൊന്നും വന്നില്ല. ആ ഒരു കാര്യം ഓർമ്മ വേണം സാറേ. അത് പിന്നെ തനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചോളാം. സാരമില്ല, ഇന്ന് വരെ തന്നോട് ഞാനൊരു സഹായം ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് തന്നോട് ഞാനൊരു സഹായം ചോദിക്കുന്നത്. ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞേരെ. സാറേ, സാറൊരു കാര്യം ആവശ്യപ്പെട്ട എനിക്ക് ചെയ്തു തരാതിരിക്കാൻ പറ്റില്ല. ശരി, സാറ് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി, ഇതുപോലെ കുറെ പൊടിക്കൈകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ശരി സാറേ, ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അച്യുതന്. കാര്യങ്ങളൊക്കെ ഏറ്റു എന്നൊരു ചിന്ത മനസ്സിൽ. ഇതേ സമയത്ത് സുകന്യ രാവിലെ എഴുന്നേറ്റ് വന്നു. ഗോമതി മീനാക്ഷി ഉണ്ടായിരുന്നു ഹാളില്. സുകന്യ വന്നിട്ട് ചോദിച്ചു, അല്ല ചായ ആയില്ലേ ഗോമതി ചേച്ചിന്ന് ചോദിച്ചു. ഗോമതി ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി സുകന്യനെ തന്നെ നോക്കി. അപ്പോഴേക്ക് സുകന്യ ചോദിച്ചു, അല്ല ഞാൻ ചായ ആയില്ലേന്ന് തന്നെയല്ലേ ചോദിച്ചേ, അതിന് ഗോമതി ചേച്ചി എന്തിനാ എന്നെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്നേ? ഇതെന്താ മീനാക്ഷി, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് മീനാക്ഷി ചോദിച്ചു, അല്ല സുകന്യച്ചിക്ക് അൾഷിമേഴ്സ് വല്ലതുണ്ടോ? എന്താ? അല്ല ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ നിന്ന് ഓർമ്മയില്ലായക വല്ലതും ഉണ്ടോന്ന്? എന്താ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ, എന്നിട്ടാണോ ചായ ആയില്ലേന്ന് ചോദിച്ചേ. അതെന്താ മീനാക്ഷി അങ്ങനെ ചോദിച്ചേ? ചായ ആയില്ലേന്ന് ചോദിച്ചാൽ അത്ര വലിയ തെറ്റാണോ? അതല്ല, ഇവിടെ എല്ലാരും വ്രതത്തിലാന്നറിയാലോ, സുകന്യച്ചിയും വ്രതത്തിലല്ലേന്ന് ചോദിച്ചു. ഓ, അത് അങ്ങനെ. അതെ, ഞാൻ നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞു. പരീക്ഷിക്കാനോ? അതെ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി വ്രതത്തിന്റെ കാര്യം. പിന്നെ നിങ്ങൾ ശരിക്കും വ്രതം എടുക്കുന്നുണ്ടോ, അത് കള്ളവ്രതമാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചോദിച്ചാന്ന് പറഞ്ഞു. മനസ്സിലായി എന്ന് മീനാക്ഷി പറഞ്ഞു. ആ സമയത്ത് ഗോമതി ഒരു പ്ലേറ്റിലേക്ക് ആഹാരം എടുക്കണം. അല്ല, വ്രതത്തിലാന്ന് പറഞ്ഞിട്ട് ഗോമതി ചേച്ചി എന്താ ആഹാരം എടുക്കണേ? അതെ, ദേവിമോൾക്ക് വ്രതമില്ലാന്ന് പറയാം. ഓ, അങ്ങനെയാണല്ലേ. എന്റെ ദൈവമേ, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഈ ആഹാരം കൊണ്ട് വിശപ്പടക്കാം. അതെ, ഗോമതി ചേച്ചി ഒരു കാര്യം ചെയ്യാം, ആ ആഹാരം കൊണ്ട് താട്ട്, ഞാൻ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ചു. ഇത് കഴിച്ച് വിശപ്പടക്കാന്നൊരു ചിന്തയായിരുന്നു. അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ട് ഒന്ന് സുകന്യയുടെ കയ്യിൽ പ്ലേറ്റ് അങ്ങോട്ട് മേടിച്ചു. അതെ, സുകന്യേച്ചി വിഷമിക്കണ്ട, ഞാൻ കൊണ്ടേ ദേവി ചേച്ചിക്ക് കൊടുത്തോളാന്ന് പറഞ്ഞു. മീനാക്ഷിക്ക് മനസ്സിലായി ഊടായ്പ്, കാരണം സുകന്യയല്ലേ ആള്. അങ്ങനെ മീനാക്ഷി ആഹാരം കൊണ്ട് നേരെ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്ന് ഇനിയിപ്പോ ദേവി ഇങ്ങനെ അവിടെ ചാരി ഇരിക്കുവാണ് കട്ടിലേല്. എന്താ ദേവി ചേച്ചി, ക്ഷീണം ഉണ്ടോന്ന് ചോദിച്ചു. ക്ഷീണം ഉണ്ടെന്ന് പറയണ. അതെ, ആദ്യത്തെ 3 മാസം കുറച്ച് ക്ഷീണം കാണും, അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. 7 മാസത്തോളം വലിയ കുഴപ്പമില്ല. പിന്നെ ശ്രീദേവി ചേച്ചിക്ക് ഛർദി ഇല്ലാത്തോണ്ട് കാര്യമാക്കേണ്ടതില്ല. പിന്നെ ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലൂയിഡൊക്കെ ഇടേണ്ട വരും എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവി ചോദിച്ചു, അല്ല മീനാക്ഷിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. അതോ, ശ്രീദേവി ചേച്ചി ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ A to Z പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ
എൻ്റെ ഓഫീസിലെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ക്ഷീണത്തെക്കുറിച്ചും പിന്നെ ഡെലിവറി വരെ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചും എല്ലാം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മീനു. ശരിക്കും പറഞ്ഞാല് ദേ നീ എൻ്റെ സ്വന്തം അനുജത്തി തന്നെയാന്ന് പറയണം. പിന്നെ നമ്മൾ ചേട്ടത്തി അനിയത്തിമാരൊക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറഞ്ഞു. എന്നിട്ട് നീ ആഹാരം കഴിക്കുക. എനിക്ക് വേണ്ടാന്ന് പറയാ, വിശപ്പില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ വയറ്റൊരു കുഞ്ഞുണ്ട്. അതെ, ഞാനും കൂടെ വ്രതം എടുത്താലോന്ന് ആലോചിക്കുക. വ്രതം എടുക്കാനോ? ദേ മിണ്ടാതെ പോയിക്കോ അവിടുന്ന്. വയറ്റിലൊരു കുഞ്ഞുള്ള സമയത്താണ് വ്രതം എടുക്കുന്നത്. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അങ്ങനെയൊക്കെ? അതും പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെട്ടു. ശ്രീദേവി പറഞ്ഞു, അതല്ല, ഞാനും കൂടെ വ്രതം എടുക്കുവാണെങ്കിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞു. ആ സമയത്താണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. ആനന്ദ് വന്നിട്ടുണ്ട്. ദേവി ഇന്നലെ നിന്നോട് പറഞ്ഞല്ലേ? ഞാൻ എന്താ പറഞ്ഞേന്ന് ചോദിച്ചു. അത് പിന്നെ വ്രതം എടുക്കേണ്ട ഞങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്ന്. അതെ, അത് മതി. നിനക്കും കുഞ്ഞിനും എല്ലാം വേണ്ടിയിട്ട് അമ്മയും ഞാനും ഒക്കെ വ്രതം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നീ എടുക്കണ്ട, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ ആനന്ദേട്ട കൂടുതലൊന്നും പറയണ്ട. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ആനന്ദേട്ടൻ കൂടെ കൊടുക്കാൻ പറയാണ്. അങ്ങനെ ആനന്ദേട്ടൻ അങ്ങനെ ആനന്ദ് ആഹാരം വാങ്ങിച്ചു. ശ്രീദേവിയോട് പറഞ്ഞു, കഴിക്കും, ഞാൻ വാരിത്തരാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. കഴിക്കെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, മീനു നീ പൊയ്ക്കോ, ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. അതെ, അത് വേണ്ട. ഞാൻ ഇവിടെ നിന്നെന്നോർത്ത് എന്താ? നിങ്ങൾ തമ്മിൽ ഉള്ള സ്വകാര്യ നിമിഷങ്ങളിൽ ഞാൻ ഇടങ്കോലും ഇടുന്ന് ഓർത്തണം. അങ്ങനെയൊന്നും ഇല്ല. മീനാക്ഷി ചേച്ചിക്കുന്നല്ല, ശ്രീദേവി ചേച്ചിക്ക് വാരി കൊടുക്ക ആനന്ദേട്ടാന്ന് പറഞ്ഞു. ശ്രീദേവിക്ക് ആ പടം വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, വേണ്ട ആനന്ദേട്ടാ, ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. ആ സമയം മീനാക്ഷി പറഞ്ഞു, എന്തിനാ മടിക്കണേ? ഈ സമയത്ത് അച്ഛൻ്റെ അമ്മയും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഒക്കെ കുഞ്ഞ് നന്നായിട്ട് ആസ്വദിക്കും. കുഞ്ഞിന് സന്തോഷമാവെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദ് ശ്രീദേവിക്ക് വാരി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.